കഫൻ ചെയ്യുന്ന സമയത്ത് നിന്റെ നെറ്റിക്ക് പരുത്തി വെച്ചുപോയി, കണ്ണിന് പരുത്തി വെച്ചുപോയി, തൊള്ളക്ക് പരുത്തി വെച്ചുപോയി. ആലിമീകളെ ചീത്ത പറയുന്നവരില്ലേ, തൊള്ളക്ക് അതാ പരുത്തി വെച്ചടോ. അതേ സുജൂദിന്റെ അവയവങ്ങൾക്കൊക്കെ പരുത്തി വെച്ചു. സുജൂദ് ചെയ്യാൻ മടിച്ചവരില്ലേ, പരുത്തി വെച്ചു. നിന്റെ ശരീരം പൊതിഞ്ഞു. ആ പൊതിഞ്ഞ ശരീരം മയ്യിത്ത് കട്ടിലിൽ വെക്കുകയാണ്. നിന്റെ അന്തസ്സുള്ള വാഹനം എവിടെ? നിന്റെ പ്ലെയിൻ സവാരി എവിടെ? ഹെലികോപ്റ്റർ എവിടെ? കാർ എവിടെ? മയ്യിത്ത് കട്ടിലിൽ കയറ്റിപ്പോയി ജീവിതകാലത്ത് കയറിക്കിടക്കാൻ മടിക്കുന്ന വാഹനം, സ്ട്രെച്ചറിൽ കയറിപ്പോയി, ആംബുലൻസിൽ കയറിപ്പോയി, ആരോഗ്യമുള്ളപ്പോ കയറാൻ മടിക്കുന്ന വാഹനം നിന്നെ എടുത്തുകൊണ്ടുപോയി ഖബറിൽ വെക്കുകയാണ്. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു വലിയ കേസ്. ആ കേസിൽ 2 ആഴ്ച ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ ഏത് വക്കീലിനെയും വെച്ച് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കും. 2 ആഴ്ച ജയിലിൽ കിടക്കും. ഒറ്റ ദിവസം ജയിലിൽ കിടക്കാനാവൂല. എന്തിപ്പോ ജയിലിൽ കിടന്നാ വരിക? ജയിലിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വായു അവിടെ ഉണ്ടാവും, വെള്ളം അവിടെ കിട്ടും, ഭക്ഷണം അവിടെ കിട്ടും, ഇടക്കൊക്കെ ഇറങ്ങി പോവുകയും ചെയ്യാം. പിന്നെ ബന്ധപ്പെട്ടവർക്ക് ഇടക്കെല്ലാം വന്ന് കാണുകയും ചെയ്യാം. പിന്നെ ആകെപ്പുള്ള എന്താ, വേലൊരു പോകാനാവില്ല, സമ്മേളനത്തിന് പോകാനാവില്ല, ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല, മക്കളുടെ കൂടെ ജീവിക്കാൻ കഴിയില്ല. ഇങ്ങനെ കുറച്ച് പ്രയാസങ്ങളുണ്ട്. എന്നതിൽ കഴിഞ്ഞ് ജയിലിൽ വരേണ്ടുള്ളത് അല്ലാഹുതആല ജയിലിൽ കിടക്കാതെ തന്നെ നമുക്ക് ജീവിച്ചു മരിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് ജയിൽ വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഞാൻ പറഞ്ഞതിലും ജയിലത്രേ ഉള്ളൂ എന്നാണ്. അതേ സമയത്ത് നിങ്ങൾ ഓർക്കണം, ആ ജയിലിൽ ഒരു ദിവസം കിടക്കാതിരിക്കാൻ വേണ്ടി എത്ര ചെലവഴിക്കും മുതലാളിമാര്. ഒരു ദിവസം ജയിലിൽ കിടക്കാനാവില്ല, അത് എന്ത് വേണമെങ്കിലും അധ്വാനിക്കും, ഏത് വക്കീലിന്റെ കാലം പിടിക്കൂലേ. എന്നാ സഹോദരാ, എന്നെയും നിന്നെയും കൊണ്ടുപോയി കിടത്തുന്ന ഖബറിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അത് 2 ആഴ്ചത്തേക്കുള്ള റിമാൻഡല്ല, അതേ 1 മാസത്തേക്കുള്ളതല്ല. എത്ര കൊല്ലമാണ് പാവപ്പെട്ട ഞാൻ കിടക്കേണ്ടതെന്നറിയില്ല. നിങ്ങൾ എത്ര കാലം കിടക്കണമെന്നറിയില്ല. അവിടെ ജയില് പോയ വായു കടക്കാൻ അവിടെ ജനവാതിലില്ല, വെള്ളം കൊണ്ടുതരാനാണില്ല, ഭക്ഷണം എത്തിച്ചേരാൻ വകുപ്പില്ല, നിന്റെ കുടുംബങ്ങളെ കാണാൻ സാധ്യമല്ല, നിനക്ക് ടെലിഫോണിൽ സംസാരിക്കാൻ കഴിയില്ല, കത്തയക്കാൻ സാധ്യമല്ല, കട്ടിലിന്റെ മേലെ കിടന്നുറങ്ങാൻ കഴിയില്ല, നിനക്ക് ഇറങ്ങിപ്പോകാനൊരു സമയവും ഇല്ല, നിന്റെ ബന്ധുക്കൾക്ക് വന്ന് കാണാനൊരവസരവും ഇല്ല, നിനക്ക് അവരോട് ബന്ധപ്പെടാനുള്ള വകുപ്പും ഇല്ല, നിനക്കവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കാനുള്ള സ്ഥലം ഇല്ല. ആ ഇടുങ്ങിയ സ്ഥലത്ത് നീയും ഞാനും കിടക്കണം ഖബറിൽ. ആ കിടക്കുന്ന കിടത്തത്തെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ വലതുഭാഗത്തേക്ക് ചൊരിച്ച് ഖിബിലയിലേക്ക് തിരിച്ച് മയ്യിത്ത് കിടത്തുമ്പോ പണ്ഡിതന്മാരൊരൽപ്പം ചളിമണ്ണെടുത്ത് അതാ മുഖത്ത് നിന്റെ കബൾത്തടത്തിന് ഒട്ടിച്ചു വെക്കുന്നു. ഈ കണ്ണാടിയുടെ മുന്നിൽ പോയി ഇങ്ങനെ ശരിപ്പെടുത്തിയ സ്ഥലമല്ലേ അത്? പൊടിപാറ്റിയ സ്ഥലമല്ലേ അത്? നീ വല്ലാതെ ബഹുമാനിച്ച സ്ഥലമല്ലേ അത്? നീ പറയല് തന്നെ എന്താണ്? അവൻ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കളഞ്ഞു എന്നാണ്. ഓ, നിന്റെ മുഖം വല്ലാത്ത ബഹുമാനമുള്ള സ്ഥലമാണെന്ന് നീ കരുതിയിരിക്കുന്നു. നിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു എന്ന് പറയുമ്പോൾ നിനക്ക് വല്ലാത്തൊരു അപമാനമായി പോയി. ആ നിലക്ക് നിന്റെ മുഖത്തെ നീ ബഹുമാനിച്ചില്ലേ? ആ മുഖം ഇപ്പോഴതാ കളിമണ്ണിനോട് ചേർത്ത് ഒരു തലയണി പോലുമില്ലാതെ ഖബറിൽ കൊണ്ടുപോയി ഒരു ചെറിയ മണ്ണിന്റെ കട്ട വെച്ചു കൊടുത്താൽ നല്ലതാണ്. ചുടുകട്ടയാകരുത്, ചുടാത്ത കട്ടയാകണം. ഇരിക്കട്ടെ, ആ മണ്ണിൻ കട്ടയുമായി നീ അവിടെ കിടക്കുകയല്ലേ? എത്ര ദിവസം കിടക്കണം മനുഷ്യ? നീ ദുനിയാവിൽ ജീവിക്കുന്ന ചുരുങ്ങിയ കാലം അള്ള കൽപ്പിച്ചതെടുത്ത് അള്ള വിരോധിച്ചത് കൈയൊഴിച്ചൊരു തഖ്വയോടെ ജീവിക്കാൻ പറയുമ്പോ നമുക്കതിന് തുനിയാൻ ഇബ്ലീസ് സമ്മതിക്കുന്നില്ല, ശരീരത്തിന്റെ തടീച്ച അനുവദിക്കുന്നില്ല, ഹറാമിലേക്ക് വഴുതിപ്പോകുന്നു. അല്ലാഹുവേ, ഞങ്ങൾ പാപികളാണ്, ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണം റഹ്മാനേ, ഞങ്ങളെ നന്നാക്കി തരണം റഹ്മാനേ. ഖബറിനെ കുറിച്ച് നീ ചിന്തിച്ചോ? ഖബർ കുഴിച്ചു നോക്കുമ്പോ കാണുന്നില്ലല്ലോ ഉസ്താദേ, രക്ഷയും കാണുന്നില്ല, ശിക്ഷയും കാണുന്നില്ല. ഇന്നലെ ഞാൻ ഉണക്ക് പുല്ലിനെ കുറിച്ചും പച്ചപ്പുല്ലിനെ കുറിച്ചും പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? ആ
പച്ചപ്പുല്ലും പാഠം പഠിക്കാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ പറയട്ടെ, നീ ഉറങ്ങുന്നില്ലേ? ആ ഉറങ്ങുന്ന മൊയിലാരെ വിളിച്ചാവന് അതുപോലെ അങ്ങ് അവിടെ അതൊരാളോ അയാൾ വിളിച്ച. സഹോദരന്മാരെ, നമ്മൾ ഉറങ്ങിപ്പോകുന്നില്ലേ? ഞാൻ അതേക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ഉറക്കുക അതൊരു വല്ലാത്ത സംഗതിയാണ്. വണ്ടി ഓടിച്ചു കൊണ്ടുപോകുന്ന, കാർ ഓടിച്ചു കൊണ്ടുപോകുന്ന മനുഷ്യൻ ഉറങ്ങിപ്പോയി. എന്നിട്ട് കാറും ഡ്രൈവറും ഒക്കെ നശിച്ചുപോയി. ഡ്രൈവർ മരിച്ചുപോയി, കാർ ഉടഞ്ഞും പോയി. കാരണം ഉറങ്ങിപ്പോയി. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ ശരീരത്തിന്റെ ഒരു അധികാരം നമ്മൾ ഉറങ്ങണ്ടെന്ന് വിചാരിക്കുമ്പോൾ ഉറക്ക് വരികയാണ്. വരുമ്പം തടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെയാണ് കാറിന്റെ ഡ്രൈവർ ആക്സിഡന്റ് ആയത്. അപ്പൊ ഉറക്ക് നമ്മുടെ നിയന്ത്രണത്തിൽ അല്ല. ഉറക്കം വരല്ലോ. ചില ആളുകൾ ഇന്നലെ ഞാൻ കിടന്നിട്ട് എത്ര കളിച്ചിട്ട് ഉറക്ക് വന്നില്ല, ഞാൻ വിസ കിട്ടാഞ്ഞിട്ടാ വരാഞ്ഞ് അല്ല ടിക്കറ്റ് ഒക്കെ അല്ല. നിനക്ക് ഉറക്കം വരുത്താനും സാധ്യമല്ല, ഉറക്ക് പോക്കാനും സാധ്യമല്ല. അതല്ലേ ആദ്യം തന്നെ വിളിച്ചു പറഞ്ഞത്, അല്ലാഹു അക്ബർ, അല്ല വലിയവനാണ്, നീ വലിയവനല്ലടാ. നിനക്ക് ഉറക്കം ഉണ്ടാക്കാൻ കഴിയില്ല, ഉറക്കം ഇല്ലാതെയാക്കാനും കഴിയില്ല, നിനക്ക് ഒന്നിനും കഴിയില്ല. കഴിവുള്ളവൻ അള്ളയാണ്. ഇനി ഞാൻ നിന്നോട് പറയട്ടെ, നീയും നിന്റെ ഭാര്യയും പ്രൈവറ്റ് റൂമിൽ കിടന്നുറങ്ങുന്നു, എയർ കണ്ടീഷൻ ചാലുവാക്കി ഉറങ്ങുകയാണ്, ആരുമില്ല. അപ്പൊ പെട്ടെന്നതാ നീ ഉറക്ക നിലവിളിക്കുന്നു, ശബ്ദമെടുക്കുന്നു. നിങ്ങളെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? ഭാര്യ തട്ടി വിളിക്കുകയാണ്. ഇയാള് എന്നൊക്കെ പറഞ്ഞ് ഉറക്കുകയാണ്. നിങ്ങളെന്താണ് ശബ്ദം ഉണ്ടാക്കുന്നത്? നിങ്ങളിങ്ങനെ ശബ്ദം ഉണ്ടാക്കിയാൽ കുട്ടികൾ വിചാരിക്കില്ല ഞാനിതിൻ്റെ ഉള്ളിൽ നിങ്ങളെന്തോ ചെയ്തതാണ്. ഓ, അപ്പൊ ഇയാൾ മെല്ലെ ഉറക്കുക ഇങ്ങനെ വരിക. പിന്നെ ആന വന്നു. എയർ കണ്ടീഷൻ റൂമിൽ ആന വന്നിട്ടൊന്നുമില്ല. വന്നിട്ടില്ല പേരുണ്ട്. ഇയാൾ ആനനെ കണ്ടല്ലേ. ആന വന്നു, ഇയാളെ കുത്തുമ്പോഴാ ഇയാൾ നിലവിളിച്ചപ്പോ ഭാര്യ ഉറക്കുന്നു. ഭാര്യ വിളിച്ചത് വന്നിട്ടില്ല എന്ന് പറയാൻ പറ്റും. പിന്നെ എങ്ങനെ അയാൾ കണ്ടതല്ലേ? കണ്ടിട്ടുണ്ട്. ഇയാൾ ബേജാറായതില്ലേ, പേടിച്ചതില്ലേ? തീരെ വന്നിട്ടില്ല, പിന്നെ ഇയാൾ പേടിക്കോ? വന്നിട്ടുണ്ട്. എന്നാ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇവളും കൂടി കാണണ്ടേ? ഭാര്യ കണ്ടിട്ടുമില്ല, ഇയാൾ കണ്ടിട്ടുണ്ട്. ഇയാൾ അനുഭവിച്ചിട്ടുണ്ട്, അതിന്റെ വേദന അനുഭവിച്ചിട്ടുണ്ട്, പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, ചിലപ്പോ നല്ല സുഖം അനുഭവിക്കാറുണ്ട് ഉറക്കിൽ. അങ്ങനെയാണ്. ഇതിന്റെ മുമ്പ് ഒരാൾ എന്നോട് നിങ്ങൾ എന്നെ വന്ന് വിളിച്ചാൽ ചോദിച്ചാൽ എന്താ, ഞാൻ നല്ല സ്വപ്നം കാണാനും. പക്ഷെ ഞാനിങ്ങ് കാണണ്ടേ? ഇയാൾ കാണുന്നുണ്ട്, ഞാൻ അടുത്ത് നോക്കും കണ്ട്. ഞാൻ കണ്ടത് ഇയാൾ ഇങ്ങനെ കണ്ടു കിടക്കുന്നതാണ്. ഞാൻ പോയി വിളിച്ചു, ഇയാളും ഞാൻ നല്ല സ്വപ്നം കാണുകയാണ്. അത്ഭുതം തന്നെയല്ലേ സ്വപ്നത്തെ? ഇനി നിങ്ങൾ അതിനേക്കാളും വലിയ അത്ഭുതം, സാധാരണ പേപ്പർ വായിക്കുമ്പോ കണ്ണട വെക്കുന്ന ചങ്ങാതി ഉറക്കിൽ മനോരമ വായിക്കുമ്പോൾ കണ്ണടയും വേണ്ട, ഇങ്ങനെ വായിക്കുക മനോരമ. അപ്പോഴെന്താണ്? സ്വപ്നം വലിയ അത്ഭുതം തന്നെയല്ലേ? ആ സ്വപ്നത്തിൽ മനുഷ്യൻ ദുഃഖിക്കുന്നില്ലേ, വേദന അനുഭവിക്കുന്നില്ലേ, സുഖം അനുഭവിക്കുന്നില്ലേ? തൊട്ടടുത്ത് കിടക്കുന്നവൻ അറിയുന്നില്ല, തൊട്ടടുത്തുള്ളവൻ കാണുന്നില്ല, തൊട്ടടുത്തുള്ളവൻ കേൾക്കുന്നില്ല. ഭയങ്കര ശബ്ദം കേട്ടതാണ് ഉറക്കിൽ, പക്ഷേ തൊട്ടടുത്തിരിക്കുന്ന ആള് ശബ്ദം കേട്ടിട്ടില്ല. എന്തേ? ഇതെന്തിനാണെന്നറിയാമോ? എനിക്കും നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി അള്ള വെച്ചതാണ്. മനുഷ്യ, ഖബർ തുറന്നു നോക്കുമ്പോ ഖബറിൽ ഖബറാളി അനുഭവിക്കുന്ന അനുഭവങ്ങൾ ജീവിച്ചിരിക്കുന്ന നീ കാണുന്നില്ലെന്ന് മനസ്സിലാക്കി നീ അത് നിഷേധിക്കാൻ പോകണ്ട. നിന്റെ കൂടെ കിടക്കുന്ന ഭാര്യ കാണുന്നില്ല, അറിയുന്നില്ല, നിനക്ക് അനുഭവങ്ങളില്ലേ? ഇപ്പോഴും ആ സ്വപ്നം വിചാരിക്കുമ്പോ നീ ഞെട്ടുന്നില്ലേ? ഇത് നിനക്കും എനിക്കും ഖബറിനെ കുറിച്ച് പാഠം പഠിക്കാൻ വേണ്ടി അല്ലാഹു വെച്ചതാണ്. ഓ മനുഷ്യ, ഖബറിൽ എത്ര ദിവസമാ കിടക്കേണ്ടത്? പിടുത്തമില്ല, അറിവില്ല. ആ ഖബറിൽ സന്തോഷത്തോടെ കിടക്കുന്നവരുണ്ട്, അവര് മറുപടി പറയാൻ സാധിച്ചവരാണ്. ഖബറിൽ ചോദ്യമുണ്ട്, മർറബ്ബുക വമാ ദീനുക തുടങ്ങിയ ചോദ്യമുണ്ട്. ചോദ്യമൊക്കെ വിശ്വാസങ്ങളെ കുറിച്ചാണ്. പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാരനാണോ, വിശ്വാസം ശരിയുണ്ടോ എന്ന് പരിശോധനയാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂലിനെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തുകൊണ്ടുള്ള ചോദ്യവുമുണ്ട്. റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്ന സുന്നിയാണോ എന്നതാണ് നോട്ടം. സുബ്ഹാനല്ലാഹ്. ആ
കിടക്കുന്ന മുഅ്മിനായ മനുഷ്യന് സൽക്കർമ്മങ്ങൾ ഒരു രൂപമായി വന്ന് ഖബറിൽ സന്തോഷിപ്പിക്കാൻ ഒരു കൂട്ടാളിയെ അല്ലാഹു നൽകുന്നു. ദുഷിച്ച പ്രവർത്തനങ്ങളുമായി നടന്ന തെമ്മാടിക്ക് അവന്റെ ദുഷ്കർമ്മങ്ങൾ അവനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയും രൂപാന്തരപ്പെട്ടു വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സജ്ജനങ്ങളിൽപ്പെട്ടവന് വിശാലമാണ് അവന്റെ മുൻഭാഗത്തവൻ കാണുന്നത്, സ്വർഗമാണ് കാണുന്നത്. അവൻ ഖബറിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി അഖിമിസ്സാഅ, ഖിയാമത്ത് നാളൊന്നാക്കിത്തരണം അല്ലാഹ്. ഖബറാളി ഖബറിൽ നിന്ന് ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഖബറിൽ കിടക്കുന്ന മുഅ്മിനീങ്ങളായ നമ്മളെ ഉമ്മബാപ്പമാര്, ഉസ്താദുമാര്, ഭൂമിയിൽ വെച്ച് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ ഖബറിൽ അവർക്ക് അല്ലാഹ് അറിയിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ മകൻ ഖുർആൻ ഓതുന്നത് കാണുമ്പോ ബാപ്പയ്ക്ക് വലിയ സന്തോഷമാണ്. മകൻ തെമ്മാടിയാകുന്നത് അറിയുമ്പോ ബാപ്പ വലിയ വേദനയിലാണ്. സുന്നത്ത് ജമാഅത്തുകാരനായ ബാപ്പയുടെ മകൻ സുന്നത്ത് ജമാഅത്ത് വിട്ട് പുത്തൻവാദിയായ വിവരം കേൾക്കുമ്പോ ബാപ്പ വലിയ സങ്കടത്തിലാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞില്ലേ, ഖുൽ ഇന്നലു ഫസയറല്ലാഹു അമലക്കും റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഖബറിൽ കിടക്കുന്ന ആളുകൾ കുടുംബങ്ങളുടെ അവസ്ഥാവിശേഷങ്ങൾ അറിയുന്നു, അവര് ദുഃഖിക്കുന്നു, സന്തോഷമുണ്ടാകുമ്പോ അൽഹംദുലില്ലാഹ് പറയുന്നു. ഖബറാളികളായ മുഅ്മിനീങ്ങൾ ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ഖബറിൽ വെച്ച് പ്രാർത്ഥന നടത്തുന്നു. സന്തോഷത്തോടെ മുഅ്മിനീങ്ങൾ ഖബറിൽ കിടക്കുന്നു. തെമ്മാടികൾ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും തന്നെ. അതിൽ പല കക്ഷികളുമുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഒരു ദിവസം ഒരാൾ വന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ഞാൻ ഒരു സ്ഥലത്തൊരു ടെന്റ് കെട്ടിയുണ്ടാക്കി, അതൊരു ഖബറാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഫൈദാ ഹുവ ഖബ്റു ഇൻസാനിൻ യഖറഉ ഫീ സൂറത തബാറക, ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക സൂറത്തോതുന്ന ശബ്ദം ഞാൻ കേട്ടു. ഞാൻ ടെന്റ് കെട്ടിയത് ഖബറും പുറത്തായിരുന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞോ ഖബറിന്ന് ഖുർആൻ ഓതൂല എന്ന് പറഞ്ഞോ? മഹാന്മാർക്ക് ഖബറിൽ ഖുർആൻ ഓത്തുണ്ട്, മഹാന്മാർക്ക് ഖബറിൽ നിസ്കാരമുണ്ട്, ഖബറിൽ മഹാന്മാർക്ക് പല പല സംഗതികളും ഉണ്ട്. ചിലപ്പോ ഖബറിന്ന് എണീറ്റ് പോകലും ഉണ്ട്. അതാ മൂസാ നബി അലൈഹിസ്സലാം ഖബറിന്ന് നിസ്കരിക്കുന്നത് അതാ ഇസ്രായിന്റെ രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂല് കണ്ടു. അമ്പിയാക്കള് തന്നെ പള്ളിയിൽ വന്ന് റസൂലുള്ളാഹിന്റെ കൂടെ നിസ്കരിച്ചു. മേലെ ആകാശത്ത് ചെന്നപ്പോ അവിടെയും അമ്പിയാക്കള് സ്വീകരണത്തിനെത്തി. ചില മഹാന്മാര് ഖബറിന്ന് എഴുന്നേറ്റ് പോയവരും ഉണ്ട്, അതേ വന്ന് പിന്നെയും കിടന്നവരും ഉണ്ട്, സമ്മേളനത്തിൽ പങ്കെടുത്തവരും ഉണ്ട്, റസൂലുള്ളാഹിക്ക് സ്വീകരണം കൊടുത്തവരും ഉണ്ട്. അതൊക്കെ മഹാന്മാരെ പവറനുസരിച്ച് പല പല പദവികളും അല്ലാഹ് നൽകുന്നുണ്ട്. അതിനൊന്നും ആരും അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. അല്ലാഹ് കൊടുക്കുന്നത് തടുക്കാൻ ഒരു മുജാഹിദിനും സാധ്യമല്ല, ഒരു ജമാഅത്തുകാരനും സാധ്യമല്ല. ഖബറിന്റെ ഉള്ളിൽ വെച്ച് ഖുർആൻ ഓതുന്നത് കേട്ട സംഭവമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞത്. റസൂലുള്ളാഹിന്റെ മറുപടി, തിൽക്കൽ മുൻജിയത്തു തുൻജീഹി മിൻ അദാബിൽ ഖബ്രി. സൂറത്തു തബാറക, തബാറക സൂറത്ത് ഓതുന്നവന് ഖബറിലെ അദാബിൽ നിന്ന് ആ സൂറത്ത് രക്ഷപ്പെടുത്തും, അഥവാ ആ സൂറത്ത് രക്ഷപ്പെടുത്താൻ കാരണമാകും. അതുകൊണ്ട് ഓ ഉമ്മമാരെ, ഓ മുഅ്മിനീങ്ങളെ, എല്ലാ ദിവസവും തബാറക സൂറത്തൊന്ന് പതിവായി ഓദിക്കോ. അത് ഖബറിലെ അദാബിൽ നിന്ന് രക്ഷ നേടാനുള്ള സൂറത്താണ് കേട്ടോ. ഖബറിൽ പല പല പവറുകളുമുള്ളവരുണ്ട്. ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല. ഇമാമുൽ ഹർമൈനി, ഇമാം ഗസാലിയുടെ ഉസ്താദാണ് റളിയല്ലാഹു അൻഹുമാ. ഖബറിൽ കൊണ്ടുപോയി വെച്ച് മുങ്കർ നകീറിന്റെ ചോദ്യത്തിന് മറുപടിയൊക്കെ പറഞ്ഞിട്ട് മുങ്കർ നകീറിനോട് തിരിച്ചൊരു ചോദ്യം. എന്താ ചോദ്യം? റബ്ബിക്കുമാ, ഞാൻ ഖബറിൽ അദാബില്ല, ഖബറിൽ ചോദ്യമില്ല എന്നൊക്കെ മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന പുത്തൻവാദികൾ വാദിച്ചപ്പോ ഖബറിൽ അദാബുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്, രക്ഷയുണ്ട്, ചോദ്യമുണ്ട്, മറുപടിയുണ്ട്
ഇത് സമർത്ഥിക്കാൻ ഞാൻ എത്ര കിതാബാണ് എഴുതിയത്, ഞാൻ ഏതൊക്കെ വാദപ്രതിവാദത്തിലാണ് പങ്കെടുത്തത്, ഖബറിൽ ഉണ്ട് എന്ന് പറയാൻ വേണ്ടി. എന്നിട്ട് എന്നെ ഖബറിൽ കൊണ്ടുവന്ന് വെച്ചപ്പോ എന്നോടും ചോദ്യം തന്നെയാണോ? ഇത് നന്നായി പഠിപ്പിച്ച് വന്നവനല്ലേ ഞാൻ. ഇമാമുൽ ഹറമൈൻ തങ്ങൾ മലക്കുകളോട് തിരിച്ചു ചോദിച്ചുവെന്ന് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അൽ ഫതാവയിൽ രേഖപ്പെടുത്തിയത് കാണാം. ഖബറിന്റെ ഉള്ളിൽ വലിയ വലിയ പവറുകൾ ഉള്ളവരുണ്ട്. ഇരിക്കട്ടെ സഹോദരന്മാരെ, ആ ഖബർ ജയില് പോലെയല്ല, ജയിലിനേക്കാളൊക്കെ എത്രയോ കഠിനമാണ്. മഹാന്മാർക്ക് എവിടെയും സന്തോഷം തന്നെ. ആ ഖബറിൽ പാവപ്പെട്ട ഞാനും നിങ്ങളും കിടക്കണം. ആ ഖബറിന് വേണ്ടി ഒരുങ്ങണം, ആ ഖബറിന് വേണ്ടി അധ്വാനിക്കണം. ആ ഖബറിൽ നിന്നൊരു ദിവസം അല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം വിളിക്കപ്പെടുന്ന ദിവസമുണ്ട്. ആ ദിവസമാണ് മനുഷ്യന്റെ നന്മയും തിന്മയും അതാ പരിശോധിക്കപ്പെടാൻ ഹാജരാക്കപ്പെടുന്ന ദിവസം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഈ മൂന്ന് കാര്യങ്ങളും അല്ലാഹുവിനെ സ്തുതിച്ച് പറയലാണല്ലോ, അല്ലാഹനെ പുകഴ്ത്തലാണല്ലോ. ഉടനെ പറയുന്നു മാലികി യൗമിദ്ദീൻ, അല്ല കാരുണ്യം കൊടുക്കുന്ന രാജാവ്, എല്ലാം പോറ്റി വളർത്തുന്ന രാജാവ്. അവന്റെ പേരുകൊണ്ടാണ് തുടക്കം. എല്ലാം പറഞ്ഞിട്ട് പിന്നെ ഓതാണ് മാലികി യൗമിദ്ദീൻ. അല്ലാഹു തആല പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന്റെ ഉടമസ്ഥനാണ്. മനുഷ്യന് പ്രതിഫലം കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ ഉടമസ്ഥനാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസത്തിന് വേണ്ടി മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. അവിടെയാ മനുഷ്യ ഈമാനുള്ളവരും ഈമാനില്ലാത്തവരും വല്ലാതെ വേർതിരിയുന്ന സ്ഥലമാ മഹ്ശറാ ലോകമാണ് കേട്ടോ. അമ്പിയാക്കൾ, ഔലിയാക്കൾ, അരിഫീകൾ, സാലിഹീങ്ങൾ മുഴുവനും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിപ്പോയി. അബൂജഹൽ, ഉത്ബത്ത്, ശൈബത്ത്, ഫിർഔൻ, നമ്രൂദ്, ഖാറൂൻ തുടങ്ങിയ അധികാരികളും ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടിപ്പോയി. മുഴുവൻ ആളുകളും ഒരുമിച്ച് കൂടുന്ന ആ മഹ്ശറാ ലോകം മനുഷ്യ കോടതിയിൽ ഒരു ചെറിയ കേസുണ്ടായിട്ട് ആ കോടതിയിൽ നീ കേസിന് പോയിട്ട് രാവിലെ 10 മണി മുതൽക്ക് 4 മണി വരെ കേസ് വിളിക്കുമെന്ന് മനസ്സിലാക്കി ഒരു ദിവസം നീ കോടതിയിൽ നിന്നപ്പോ നിനക്ക് വല്ലാത്ത വിഷമം, കോടതി മടുത്തുപോയി. കോടതി കയറാൻ തന്നെ വലിയ പ്രശ്നം തന്നെ. 10 മണിക്ക് പോയ ഞാൻ 4 മണിക്കാ കോടതിയിൽ നിന്ന് ഇറങ്ങിയത്, വലിയ പ്രശ്നം തന്നെ. മനുഷ്യ, ഇത് ഒരു ദിവസത്തെ കോടതിയാണ് കേട്ടോ. അവിടെ വക്കീലിനെ വെച്ച് വാദിച്ച് രക്ഷപ്പെടാൻ വഴിയുണ്ട്. കോടതിയെ തന്നെ സ്വാധീനിക്കുന്ന ലോകവുമുണ്ട്, പണം കൊണ്ട് നേടുന്ന ലോകമുണ്ട്, സാക്ഷിയെ മൊഴിമാറ്റി പറയിക്കുന്ന പരിപാടികളുണ്ട്, പലതുമുണ്ട്. പക്ഷേ അതൊക്കെ അതിന്റെ ദുനിയാവിലെ കോടതിയിലാണ്. ഇത് കോടതി അത്തരം കോടതിയല്ല. രഹസ്യവും പരസ്യവും ഒരുപോലെ അറിയുന്ന രാജാവിന്റെ കോടതി. വക്കീലന്മാരില്ല, ഗുമസ്തന്മാരില്ല, കൈക്കൂലിയില്ല. അവിടെ സാക്ഷിയുടെ മൊഴി മാറ്റി പറയലില്ല. നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. ഭൂമിയിൽ പച്ചക്കള്ളം പറഞ്ഞ് നടന്നില്ലടാ. പടച്ചവന്റെ മുമ്പിൽ കള്ളം നടക്കുകയില്ല. കൈ സംസാരിക്കുകയാണ്, കാലുകൾ സാക്ഷി പറയുകയാണ്, തൊള്ളക്ക് സീല് വെക്കുകയാണ്. കോടതി, ഓ മോനെ,
അതൊരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, 100 വർഷമല്ല, 1000 വർഷമല്ല, 10,000 വർഷമല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലം. ഒരൊറ്റ ദിവസത്തിന് 50,000 കൊല്ലം. സുബ്ഹാനല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലം മുതൽക്ക് ഇന്ന് വരെയുള്ള കാലം കഴിഞ്ഞിട്ട് 1400 കൊല്ലമല്ലേ ആയുള്ളൂ. 1400-നോടടുത്ത വർഷമല്ലേ ആയുള്ളൂ. ആദം നബി അലൈഹിസ്സലാം മുതൽക്കുള്ള കൊല്ലങ്ങൾ കൂട്ടിയാലും അതേ 10,000 മറികടക്കുന്നില്ലല്ലോ. എങ്കിൽ സഹോദരാ, അല്ലാഹുവിന്റെ കോടതിയിൽ പാവപ്പെട്ട ഞാൻ നിൽക്കണം, നിങ്ങളും നിൽക്കണം. അതേ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന. ഒരൊറ്റ ദിവസത്തിന് 50,000 വർഷമുള്ള ഒരു ലോകം. ആ ലോകത്ത് നിന്നേ പറ്റൂ. അവിടെ സൂര്യൻ വളരെ അടുത്തുദിച്ചു പോയി. ചിലര് ഉയർപ്പിൽ മുങ്ങിപ്പോയി. ചെരിപ്പടിക്കാല് വരെ മുങ്ങിയവരുണ്ട്, മുട്ടുവരെ മുങ്ങിയവരുണ്ട്, അരവരെ മുങ്ങിയവരുണ്ട്, കഴുത്ത് വരെ മുങ്ങിയവരുണ്ട്. അവിടെ സ്പെഷ്യലായ തണല് ലഭിക്കുന്നവരുണ്ട്. ആ 7 വിഭാഗത്തെ സംബന്ധിച്ചും ഞാൻ 7 ദിവസം നാദാപുരത്ത് എന്ന് പറഞ്ഞപ്പോ 7 ദിവസത്തെ വാതില്ല 7 കക്ഷികളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഓ സഹോദരന്മാരെ, അവിടെ വല്ലാത്തൊരു ലോകം തന്നെ. അവിടെ തണല് കിട്ടുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ നീതി പുലർത്തിയ ഭരണാധികാരിയാണ്, പള്ളിയുമായി ബന്ധപ്പെട്ട മനസ്സുള്ള പുരുഷനാണ്, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. സ്നേഹിച്ചത് രാഷ്ട്രീയത്തിന് വേണ്ടിയല്ല, പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, അല്ലാഹ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരാണ്. ആ സ്നേഹത്തിൽ മരിച്ചവരാണ്. അതേ പടച്ച റബ്ബിനെ ഭയപ്പെട്ട് തെറ്റുകളിൽ നിന്ന് മാറി നിന്നവനാണ്. റബ്ബിന്റെ പൊരുത്തത്തിന് ആത്മാർത്ഥമായി സദഖ ചെയ്തവരാണ്. അതേ സൗകര്യം കിട്ടിയിട്ടും അന്യപെണ്ണുമായി ബന്ധപ്പെടാതെ റബ്ബിനെ ഭയപ്പെട്ട് മാറിക്കളഞ്ഞവനാണ്. അതേ റബ്ബിനെ ഭയപ്പെട്ട് കരഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളമൊലിപ്പിച്ചവനാണ്. അങ്ങനെ 7 വിഭാഗത്തിന് സ്പെഷ്യൽ തണൽ അല്ലാഹുവിന്റെ റസൂൽ ഒരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. വേറെ ചില ഹദീസിൽ മറ്റു ചിലരെയും എണ്ണിയിട്ടുണ്ട്. ഇരിക്കട്ടെ, ആ മഹ്ശറയിൽ നീണ്ട 50,000 കൊല്ലം നിന്നിട്ട് ആരുമില്ല, സഹായിക്കാനൊന്നുമാകുന്നില്ല, കോടതിയിൽ വിചാരണയ്ക്ക് വിളിക്കുന്നില്ല. അപ്പോഴല്ലേ അല്ല ബഹുമാനിച്ച നേതാവിന്റെ മഹത്വം പ്രകടമാകുന്നത്. ആ നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അസാ അൻ യബ്അസക റബ്ബുക മഖാമൻ മഹ്മൂദാ. ഞാനൊരു 5 മിനിറ്റ് റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയട്ടെ. എന്റെ ചെറുപ്പക്കാരെഴുന്നേറ്റ് നിൽക്കണം. അതേ സഫീഉൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. ارتكبت على الخطا غير حسين وداد لك أشكو فيا سيدي خير النبي الشفاعة حبلنا في القيامة مسفقا وأهلنا إن ضاع يا سيدي خير النبي يا سيدي خير النبي يا سيدي خير النبي